ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവര്. ചിലരൊക്കെ മാറ്റം കാണുമ്പോഴല്ലോ സത്യം പറഞ്ഞാണ്ടല്ലോ അത്ഭുതം തോന്നിപ്പോ. കാരണം ഇതൊക്കെ ഇവർ തന്നെയാണോ ഈ പറയുന്നത്, ആണോ ഈ ചിന്തിക്കുന്നതൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോവും. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ കലാഭവൻ മണിയുടെ അനിയൻ രാമകൃഷ്ണനെ കുറിച്ചിട്ട് ജാതി അധിക്ഷേപിച്ചിട്ടുള്ള ഒരു കലാമണ്ഡലം അസത്യഭാമ ചേച്ചി നിങ്ങൾക്കറിയാലോ. അതിനുശേഷം ഒരു നടിയെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ വൾഗറായിട്ടൊക്കെ പോസ്റ്റ് ഇട്ടിട്ടുള്ള ഇവര് സത്യം പറയാലോ ഇവരോടൊരു ബഹുമാനം തോന്നിയ ഒരു നിമിഷമാണ് എനിക്ക് സത്യത്തിൽ ഇപ്പം. കാരണം ഈ അസത്യഭാമ ചേച്ചി ഈ നല്ലൊരു മാസമായതുകൊണ്ട് റമദാനൊക്കെ ആയതുകൊണ്ട് ഇവർ നന്നായോ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നുണ്ട്. ഇവരുടെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു പോസ്റ്റ് ഞാൻ മനസ്സിലാക്കിയ കേരള സ്റ്റോറി ഇതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ മറ്റേ മുണഞ്ഞ സിനിമ ഉണ്ടല്ലോ കേരള സ്റ്റോറി, ആ ഒരു സംഭവം കണ്ടപ്പോഴത്തേക്ക് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റാണ്. അതിനൊരു മറുപടിയാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. പിന്നീട് അടുത്ത ഒരു പോസ്റ്റ് നമ്മുടെ സത്യഭാമ ചേച്ചി എന്ന് ഇപ്പോ ഞാൻ വളരെ ബഹുമാനത്തോടു കൂടി വിളിക്കുക. കാരണം നല്ലത് ചെയ്യുമ്പോഴത്തേക്ക് നമ്മളത് നല്ലതെന്ന് അംഗീകരിക്കണമല്ലോ. കാളകൂട വിഷം നിറഞ്ഞ ഒരു വിഷജീവിയായിട്ടുള്ള ഈ വൃഷരാജ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട ഒരു ഊളയെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവന് കൊടുത്തിട്ടുള്ള ഒരു മറുപടിയാണ് കേട്ടോ. കൃഷ്ണരാജേ, നിന്റെ എഴുത്തിൽ നിന്റെ കുടുംബ മഹിമ നന്നായി നീ കാണിക്കുന്നുണ്ട്. ഈ പറഞ്ഞതിനുള്ള മറുപടി തരാൻ എന്തിനാ കൃഷ്ണരാജെ എനിക്ക് കുടുംബ മഹിമ നോക്കേണ്ട കാര്യം? നിന്റെ വക്കീൽ പണി കൊണ്ട് ഈ ഇന്ത്യ മഹാരാജ്യത്തിന് ഒരു മനുഷ്യന് പോലും ഒരു നന്മയും ഉണ്ടായതായി ചരിത്രമില്ല. ഒരു നൃത്ത അധ്യാപികയായ ഞാൻ കേരളത്തിനകത്തും പുറത്തുമായി ആയിരക്കണക്കിന് കുട്ടികളെ നൃത്തം പഠിപ്പിച്ചു അധ്യാപികയായി പുതിയൊരു ജീവിതം പകുത്തു നൽകിയിട്ടുണ്ട്. നിന്റെ ഈ ജന്മം മുഴുവൻ തപസ് ചെയ്താൽ പോലും നിനക്ക് മാന്യതയുള്ള ഒരു മനുഷ്യനാകാൻ പോലും കഴിയില്ല എന്നുള്ള കാര്യം നീ എപ്പോഴും ഓർക്കണം. ഹിന്ദുക്കൾ എല്ലാവരും ഷൂ പോളിഷ് ജോലി ചെയ്യണമെന്ന് നീ വാശി പിടിക്കല്ലേ രാജപ്പ. ഞാൻ മതം മാറി മുസ്ലിം ആയെന്നാണ് നീ പറഞ്ഞത്. ഇനി അങ്ങനെയാണെങ്കിൽ അത് തന്നെ. സത്യത്തിൽ ഇത് കേൾക്കുമ്പോഴത്തേക്ക്, ഈ ചേച്ചിയുടെ വായന കേൾക്കുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ജെഎക്സ് ജംഗ്ഷനിൽ വന്നിട്ടുള്ള ആ ഒരു വീഡിയോ ഉണ്ടല്ലോ, അതും കൂടെ നിങ്ങളത് കാണണം. എന്നാൽ ഈ നോമ്പ് മാസക്കാലമായി സത്യഭാമ ചേച്ചിക്ക് ഇത് എന്ത് പറ്റി എന്നുള്ളതാണ് എനിക്കൊരെത്തും പിടിയും കിട്ടിയിട്ടില്ലാത്തത്. വല്ലാത്തൊരാക്രമണമാണ് സത്യഭാമ ചേച്ചി നടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ തുറന്നടിച്ച് വാരിയടിച്ച് നിലത്തടിച്ച് കൈകാര്യം ചെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം സത്യഭാമ ചേച്ചി നമ്മുടെ കൃഷ്ണരാജ് വക്കീലിനെ ഭാമ ചേച്ചി വിളിക്കുന്നത് ശിഖണ്ഡി രാജ് എന്നാണ്. അതിന് വിട്ടയച്ച ശേഷം ഓടിച്ചിട്ട ശേഷം വീണ്ടും സത്യഭാമ ചേച്ചി ഇങ്ങനെ തകർത്ത് നിൽക്കുകയാണ്. ബിഗ് ബോസ് എന്ന മൂന്നാംകിട പരിപാടി ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഈ പയ്യൻ്റെ ചെറിയ ഇൻ്റർവ്യൂസ് ഇടയ്ക്ക് കാണാറുണ്ടായിരുന്നു. പണ്ട് മാങ്ങ വിറ്റ് നടന്നിരുന്ന കഥയും ജ്യൂസ് അടിച്ച് നടന്നിരുന്ന കഥയും കേൾക്കുമ്പോൾ ഒരു വിഷമം തോന്നിയിട്ടുണ്ട്. കേരളത്തിലെ മനുഷ്യരായിട്ടുള്ള ആളുകൾ ഒരുപോലെ വെറുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണ് നീ കാലുവെച്ചതെങ്കിലും 100% നീ കാരണം കോൺഗ്രസിൻ്റെ കൂടെ നിന്ന് അവരെ പുറകിൽ നിന്നും കുത്തി വീഴ്ത്തി നിന്റെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി നീ മറ്റൊരു പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി. ഇപ്പോൾ പറയുന്നു BJPയുടെ ചില വിഷയങ്ങളിൽ വിയോജിപ്പാണെന്ന്. അങ്ങനെയാണെങ്കിൽ കോട്ടാത്തല അഖിൽ മോനെ, നിന്നെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ കൊള്ളില്ലാത്ത ഒരു നാവാട്ടക്കാരൻ മാത്രമാണെന്ന് നിന്റെ അമ്മയേക്കാൾ പ്രായമുള്ള എനിക്ക് ഈ കേരള സമൂഹത്തോട് ഉച്ചത്തിൽ വിളിച്ചു പറയേണ്ടി വരും. ഇതാണ് നമ്മുടെ അഖിൽമാരാർക്ക് സത്യഭാമ ചേച്ചി കൊടുത്തിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ്. അതുകൂടാതെ പുതിയ ഒരു പോസ്റ്റുമായി രംഗത്തിറങ്ങിയിട്ടുണ്ട്. നമസ്കാരം സൗഹൃദങ്ങളെ, എൻ്റെ കമൻറ്റ് ബോക്സിൽ ഹിന്ദുമതത്തിലെ 90% ദൈവങ്ങളും വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ദൈവങ്ങളുടെ പേര് രതീഷ്, സതീഷ്, സുധീഷ്, പ്രേമൻ എന്നിങ്ങനെയൊക്കെയാണ്. ഈ ചാണക തീവ്രവാദികൾ 68 വയസ്സ് പ്രായമുള്ള എൻ്റെ മുന്നിൽ പോലും സ്വന്തം ഐഡിയയിൽ വരാൻ ഭയക്കുന്നുവെങ്കിൽ ഒന്ന് ആലോചിക്കൂ, ഇവന്മാരെ കൊണ്ടുള്ള ശല്യം എത്രമാത്രം വലുതാണെന്ന്. ഒരു പയ്യൻ അവൻ്റെ സ്വന്തം ഐഡിയയിൽ നിന്ന് ഇവിടെ എഴുതാൻ കഴിയാത്ത രീതിയിലാണ് തെറിയിട്ടിരിക്കുന്നത്. ഞാൻ ആ പയ്യനെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഇതുപോലെ തന്നെ തെറി പറഞ്ഞ പാലക്കാട്ടുള്ള ഒരു ഷൂനക്കിയുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന FIRൻ്റെ പകർപ്പ് മെസ്സഞ്ചറിൽ അയച്ചു കൊടുത്തു. ഇപ്പോൾ അവൻ പറയുന്നു ഞാൻ ആത്മഹത്യയുടെ വക്കിലാണ്, എന്നെ ഉപദ്രവിക്കരുത്, എനിക്ക് വേറെ ആരുമില്ലെന്ന്. ഒരു ശരാശരി ചാണകദീനിയിൽ നിന്നും ഇത്ര മാത്രമേ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ആദ്യം ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തുക, അതിനുശേഷം മാത്രം ജനങ്ങളെ തമ്മിൽ തല്ലിക്കാൻ ഇറങ്ങുക. ഒരു ഹിന്ദുവായി ജനിക്കാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായി ഞാൻ കരുതുന്നു. എന്നാൽ അമ്പലക്കള്ളൻ പൃഷ്ഠിരാജിനെ പോലെ കാളകൂട വിഷത്തേക്കാൾ വീര്യമേറിയ തീവ്ര ഹിന്ദുവായി ഒരു നിമിഷം പോലും ജീവിക്കാൻ തോന്നാതിരുന്നതിൽ ഞാൻ അങ്ങേയറ്റം സന്തോഷിക്കുന്നു, അഭിമാനവുമുണ്ട്. സ്നേഹത്തോടെ കലാമണ്ഡലം സത്യഭാമ. ഇതിലൊരു കാര്യം സത്യഭാമ ചേച്ചി പറയുന്നത് ശരിയാണ്. അവനവന് സമാധാനത്തോടെ ജീവിക്കാനുള്ള ഒരു തൊഴിൽ, ഒരു വീട്,
മനസ്സിനകത്തൊരു സമാധാനം, ഇതൊക്കെയാണ് മനുഷ്യന് ഏറ്റവും ആവശ്യം. വെറുതെ വെറുപ്പും വിദ്വേഷവും വിറ്റ് അങ്ങടും ഇങ്ങടും പറഞ്ഞ് ഈ പറയുന്ന ചേച്ചി തന്നെ വിശേഷിപ്പിച്ചതുപോലെ നാവാട്ടക്കാരനായി എന്ത് സംഗതിയാണ്, എന്ത് സാധ്യതയാണ് നമ്മൾ തേടുന്നത്? എന്തിനു വേണ്ടിയാണ് പിന്നാലെ പായുന്നത്? ഒരു ഉപമുഖ്യമന്ത്രിയായി എന്തെല്ലാം സ്വപ്നം കണ്ട ഒരു മനുഷ്യൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം CBI എൻക്വയറിക്ക് ഉത്തരവിടുന്നത് കണ്ടപ്പോൾ ഞാൻ വല്ലാണ്ട് ചിന്തിച്ചു പോയി. വേറെ ആരുമല്ല, അജിത് പവാർ. അവിടെ 2 പവാർ കുടുംബങ്ങളും കൂടി ഒന്നാക്കി NCP എന്തൊക്കെയോ ആയി വേറെ ഏതോ തരത്തിലേക്കൊക്കെ മാറാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെല്ലാം കണക്ക് കൂട്ടിയതാണ് നിമിഷങ്ങൾ കൊണ്ടില്ലാതായത്. അത്രയേ ഉള്ളൂ മനുഷ്യജീവിതം. ആ കാലത്തോളം സന്തോഷത്തോടെയും സമാധാനത്തോടെയും സ്നേഹം പറഞ്ഞ് ജീവിക്കുക എന്നതിനപ്പുറം എന്താണ് ഒരു ഭാഗ്യമായിട്ടുള്ളത്? അത് ലഭിക്കാത്തവരാണ് യഥാർത്ഥത്തിൽ പരമദരിദ്രർ. അപ്പൊ ഈ സത്യഭാമ ചേച്ചിയുടെ പോസ്റ്റ് പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിരന്തരം ഈ അഖിൽ മാരാറും അതുപോലെ തന്നെ നിരന്തരം ഈ കോട്ടാത്തലയ്ക്കും ഈ വൃഷരാജിനും അല്ലെങ്കിൽ ചേച്ചിയുടെ ഭാഷയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ശിഖണ്ഡിക്കുമൊക്കെ നല്ല കണക്കിന് വയറ് നിറച്ച് ചേച്ചി അങ്ങോട്ട് നല്ല രീതിയിൽ എഴുതി അങ്ങോട്ട് പിടിപ്പിക്കുന്നുണ്ട് പോസ്റ്റ്. സത്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഇവരെ എന്താ പറയാ, എനിക്ക് പറയാവുന്ന രീതിയിലൊക്കെ ഞാൻ അവരെ വിമർശിച്ച ഒരാളാണ്. പക്ഷേ സത്യം ഒരു മനുഷ്യൻ മനസ്സിലാക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ അംഗീകരിക്കണം അല്ലേ? കാരണം അത് ആരാണെങ്കിലും കൊള്ളാം. ഇപ്പൊ സംഖ്യ ആണെങ്കിൽ പോലും സത്യം തിരിച്ചറിഞ്ഞ് അവൻ നേർവഴിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നീട് ഒരിക്കലും അവരെ കുറ്റം പറയാൻ പാടില്ല. കാരണം അങ്ങനെ നമ്മൾ കുറ്റം പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അവരും തമ്മിൽ എന്താണ് വ്യത്യാസം? എന്താണെങ്കിലും ചേച്ചി ഈ ഒരു നല്ലൊരു മാസമൊക്കെ ആയതുകൊണ്ട് തലയ്ക്കൊക്കെ നല്ല രീതിയിലുള്ള ഒരു വെളിവൊക്കെ ഉണ്ടായി, നല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞിട്ടുള്ളവന്മാരെല്ലാം എണ്ണം കണ്ടതിൽ വെച്ചിട്ടുള്ള നല്ല ഒന്നാന്തരം വർഗീയവാദികളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പിന്നെ ഈ അഖിൽ കോട്ടാത്തലയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നട്ടലിനുറപ്പില്ലാത്ത ശിഖണ്ഡികളെക്കാട്ടിൽ കഷ്ടമായിട്ടുള്ള ഒരു നിരന്തര സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് സംഖ്യകളെ തെറി വിളിച്ചുകൊണ്ടിരുന്ന ഇവൻ ഇപ്പൊ മാറ്റി പറയുമ്പോൾ ഇവൻ ആണായിട്ടും പെണ്ണായിട്ടും പോലും നമുക്ക് കൂട്ടാൻ പറ്റില്ല. പറഞ്ഞ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കാൻ നട്ടലില്ലാത്ത ഈ ശിഖണ്ഡികളെ കുറിച്ചിട്ടൊക്കെ സത്യഭാമ ചേച്ചി ഇങ്ങനെ കഠിനമായ ഭാഷയിലൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് എങ്ങനെയാണല്ലേ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ പറ്റുന്നത്? എന്തായാലും ചേച്ചി ബിഗ് സല്യൂട്ട്. ചേച്ചിയുടെ ഈ അഭിപ്രായങ്ങളോട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെയൊക്കെ എല്ലാവർക്കും